ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് സാർ വരാന്ന് പറയുമ്പോൾ അത് വലിയൊരു തന്നെ. അപ്പം പങ്കെടുത്തില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ്. ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം കാലിക്കറ്റിൽ ഇന്ന് എനിക്ക് ബ്രൈഡൽ സെമിനാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രൈഡൽ മേക്ക് ഓവർ സെമിനാറിന്റെ വിശേഷങ്ങളിലോട്ട് പോവാം. സ്റ്റേ ട്യൂൺ. First of all, welcome to this beautiful day. Yes, once again, welcome to Inari 2022. അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വികാസ് വികേസിന്റെ 1 day സെമിനാറിന് വേണ്ടിയിട്ടാണ്. The great Vikas Vks is here. നല്ലൊരു കൈയ്യടിയോടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. It's none other than our superhero Vikas Vks. കാണാൻ വേണ്ടിയിട്ട് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഇവരിവിടെ ഇരിക്കുന്നത് അല്ലേ? നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ്. ഇപ്പൊ നമ്മുടെ സ്വന്തം കാലിക്കറ്റിലെ. അപ്പം ഇത്രയും പേരെ ഒരുമിച്ച് കാലിക്കറ്റിൽ കാണാൻ പറ്റിയതാണ് ഏറ്റവും എക്സൈറ്റഡ് ആണ്. ഇപ്പൊ തോന്നുന്നത് എക്സൈറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഫോർ മീ നിങ്ങളെല്ലാവരും ഇവിടെ വന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സർ എങ്ങനെയാണ് കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞ ഒരു മാജിക് ആണോ? എങ്ങനെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രൈഡ്സിനെ ഒരുക്കുന്നത്? ബ്രൈഡ്സ് എല്ലാം നോർമലി ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? നമ്മൾ ഒരുക്കുന്ന എല്ലാ കുട്ടികളും സുന്ദരിമാരാണ്. പിന്നെ ഇവരിൽ പലരും എന്നെക്കാട്ടിയും സീനിയേഴ്സ് ആണ് മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓരോ കുട്ടികളുടെ ഇൻഡിവിജ്വലി ആണ് മേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓരോരുത്തരുടെയും ഫേസ് ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ കളർ ടോൺ ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ സ്റ്റൈലും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും ചേരുന്ന മേക്കപ്പ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം, അതൊക്കെ പറഞ്ഞാൽ ഒരു മാജിക് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊക്കെ ഒരു മാജിക് ആണ്. സോ ആർ യു റെഡി? നിങ്ങൾ റെഡി അല്ലേ? യെസ് സർ, ഇവിടെ റെഡി ആയി ഫുൾ എനർജിയിൽ നമ്മുടെ കൂടെ ഈ സ്റ്റേജിൽ കിട്ടിയിരിക്കുകയാണ്. സോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ രണ്ടുപേരും വേണ്ടേ? യെസ്, രണ്ട് സുന്ദരി കുട്ടികള് മോഡൽസ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കഴിച്ചു. ഇപ്പൊ അവരുടെ പ്ലെയിൻ ആയിട്ട് വിതൗട്ട് മേക്കപ്പിലാണ് വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോ നല്ലൊരു കൈയ്യടി കൊടുക്കാം കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് പറയുന്ന ഒരു കാര്യം, ഞാൻ എന്താണോ മേക്കപ്പ് ചെയ്യുന്നത്, ഹൗ ഐ ആം ഗോയിങ് ടു ഡു, ഞാൻ എന്റെ ഒരു ബ്രൈഡിനെ ഞാൻ എങ്ങനെ ചെയ്യും. ദർ ഈസ് നോ ABCD. അതിനൊന്നും അങ്ങനെ ഒരു റൂൾസും റെഗുലേഷൻസും ഒന്നും ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടത് ഞാൻ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത്, ആ ഒരു രീതിയാണ് ഞാൻ ഇന്നിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺ ദ സ്പോട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഓർ എനിത്തിങ് യു ക്യാൻ ആസ്ക് മീ. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ റോസ്മിനെ ഞാൻ നമ്മുടെ ചെയറിൽ ഇരുത്തുകയാണ്. ആര്യയുടെ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ക്രിമ്പിങ്ങും സെറ്റിങ്ങും മാത്രം നമുക്ക് മുകളിൽ ചെയ്തിട്ട് ബാക്കി തിരിച്ചു കൊണ്ടുവരാം. ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ട് നടക്കും. ഷാഫി ഈസ് ഗോയിങ് ടു ഡു ദ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് ബിൻസി എന്ന് പറഞ്ഞ ആളാണ് സാരി ഡ്രൈപ്പിംഗ്. ഇവരാണ് ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉള്ളത്. ദെൻ മൈ മേക്കപ്പ് ക്രൂ, മേക്കപ്പ് അസിസ്റ്റന്റ് നിഖിൽ ഈസ് ദ. ഇത്രയും പേര് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഷോ പോകുന്നത്. ജ്വല്ലേഴ്സും അതേപോലെ തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ പ്ലീസ് നമുക്ക് അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് ഫസ്റ്റ്. ഷാസ് പിങ്ക് ലേഡി ഡിസൈനർ സ്റ്റുഡിയോ. ഞങ്ങൾ 3 പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാസ് എന്നുള്ള അക്ഷരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ ബോട്ടിക്കിലേക്ക് കുറച്ച് ആൾക്കാരെ ഒന്ന് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സജിന ബാൽശ്ശേരിയാണ്, ഗ്ലോറിയസ് ബ്യൂട്ടി പാർലർ. ആയിഷ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, മലപ്പുറം തിരൂരിന്ന് വരുന്നത്. നിച്ചില ബട്ടൂർ മസാണ്, ബാൽശ്ശേരി ബ്യൂട്ടി പാർലർ. The strong ladies ആണ്. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇത് പ്ലാൻ ചെയ്യുമ്പോൾ മുതൽ ഇവരൊപ്പം ഉണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. നമുക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഈ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തത് ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇവർ കുറെ കാലമായിട്ട് നമ്മുടെ വികാസത്തിന്റെ ഒപ്പം തന്നെയുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ എടുത്ത ആ ഒരു എഫേർട്ടിന്റെ ഫലമായിട്ട് ഇത്രയും പേര് ഇത് നമ്മുടെ കോഴിക്കോട് ഒത്തുകൂടിയിരിക്കുകയാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ വാട്ട് യു ഫീൽ നൗ? ഞങ്ങളിങ്ങനെ ഒരു ക്ലാസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ കുറെ ദിവസമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. എന്താ പറയാ, വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും വന്നതിലും പങ്കെടുത്തതിലും. സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. Okay, thank you so much. And also
നമ്മുടെ ഈ ഒരു ഇവന്റ് സപ്പോർട്ടിംഗ് പാർട്ണർ ആയിട്ടുള്ളത് MGF Events ആണ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു മിസ്റ്റർ മിഥുൻ സർ. I am going to start the makeup. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് രീതിയിൽ ഐ മേക്കപ്പ് ചെയ്യാം. ഏറ്റവും നിയർ ബൈയിൽ പോകണം ഫസ്റ്റ് ലൈൻ. ചിലരെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടുപോകും, നമ്മൾ അവിടെ വരെ കൊണ്ടുപോകും. ബട്ട് അറ്റ് ദ എൻഡ് അതുവരെ സ്റ്റാർട്ടിങ് ആദ്യത്തെ വരെ എത്രത്തോളം ലാഷുമായിട്ട് ആ ലാഷ് ലൈനിങ്ങുമായിട്ട് എത്രത്തോളം ക്ലോസ് ആയിരിക്കണം അത്ര ക്ലോസ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ. വികാസ് സാറിൻ്റെ ഇന്നത്തെ ഈ സെമിനാർ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടായി. കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പബ്ലിക്കായിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റി. അതുപോലെ സാർ വളരെ പൊളൈറ്റായിട്ട് അതുപോലെ കസ്റ്റമൈസ് ആയിട്ടാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇന്നത്തെ സെമിനാർ. ചീക്കൊന്ന് കോൺട്രോൾ ചെയ്തേ ചെയ്യുന്ന രീതി. പ്രോഗ്രാം നല്ല പ്രോഗ്രാമായിരുന്നു. വികാസ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. കൊല്ലത്ത് വെച്ചിട്ട് ഞങ്ങൾ ക്ലാസ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സാറിനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ മലപ്പുറം അടുത്ത്, എൻ്റെ വീട് തൃശ്ശൂരാണ്, അപ്പോൾ അടുത്ത് മലപ്പുറത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മലപ്പുറം അല്ല, ഇപ്പോൾ കോഴിക്കോടായി പോയി. ക്ലാസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുന്ദരിയായിട്ട് കടന്നു വരികയാണ്. വികാസ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്നാണ്. അടിപൊളി സെമിനാറായിരുന്നു. ഞങ്ങൾ ഒത്തിരി കാലിക്കട്ട് കോഴിക്കോട് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ്സായിരുന്നു. സൂപ്പർ ക്ലാസ്സാണ്. അതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓരോ വർക്കായാലും ഹിന്ദു ബ്രൈഡും മുസ്ലിം ബ്രൈഡുമാണ് കാണിച്ചത്. അടിപൊളി മേക്കപ്പായിരുന്നു. സൂപ്പർ. സാറ് ഭയങ്കര സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. അടിപൊളിയാണ് ക്ലാസ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അത്യാവശ്യം ഫേമസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നമുക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. എന്താ ഇപ്പോൾ ഒരു പറഞ്ഞു തരിക, ഒരു ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് പറഞ്ഞു തരുമോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ വികാസ് സാർ നല്ല ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തന്ന്, എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന്. എനിക്കും അതന്നെ പറയാനുള്ളത്. കാലിക്കറ്റിലാണ് എൻ്റെ വീട്, നടക്കാൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് സാറ് വരാന്ന് പറയുമ്പോൾ അത് വലിയൊരു തന്നെ. അപ്പം പങ്കെടുത്തില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ചില ക്ലാസ്സിലൊക്കെ ഞാൻ പോയപ്പം അവർക്ക് പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ ഭയങ്കര മടിയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സാറ് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നുണ്ട്, നമ്മളെ ഏത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം അടിപൊളി ക്ലാസ്സാണ്, ഞങ്ങൾക്ക് ഭയങ്കര തൃപ്തിയായി. പിന്നെ ക്ലാസ് നല്ല പോലെ എല്ലാ ക്ലാസ് എടുക്കണ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ മാതിരിയാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങോട്ട് ചോദിക്കാം. നമുക്കൊരു പേടി കൂടാതെ തന്നെ നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ക്ലാസ്സിൽ. പിന്നെ മേക്കപ്പും അടിപൊളിയാണ്. നമുക്ക് ഹെയർ സ്റ്റൈൽ ആയാലും മേക്കപ്പ് ആയാലും ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നന്നായിട്ട് പാട്ട് പാടാണെങ്കിൽ കൂട്ടത്തില് വന്നോ
മറക്കാതെ. ചേച്ചിയുടെ ആദ്യത്തെ മേക്കപ്പ് ഏതാണോ ഓർമ്മ? ഞാൻ അധികം ഹിന്ദു ബ്രൈഡിനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹിന്ദു ബ്രൈഡിനെ ചെയ്തത്. മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹിന്ദു ബ്രൈഡിനെ ചെയ്തത്. നമ്മുടെ വികാസേട്ടന്റെ വൈഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. പ്ലീസ് ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? നല്ലൊരു കൈയടിയോട് കൊടുത്തിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വന്തമായിട്ടൊരു വൈഫുള്ള സ്ഥിതിക്ക് പുതിയ കോസ്മെറ്റിക്സ് ഒക്കെ പരീക്ഷിക്കാറുണ്ടോ ഫേസില്? അങ്ങനെ പരീക്ഷിക്കാറില്ല, പിന്നെ ഞാൻ പരീക്ഷിക്കാൻ പറയാറുണ്ട്. മേക്കപ്പ് പിന്നെ ഒരു രക്ഷയില്ല, പൊളി. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് വികാസ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന്. സാറിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അന്ന് മുതലേ ആഗ്രഹിക്കുന്നുണ്ട് സാറിന് നേരിട്ട് കാണണമെന്ന്, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നും. അതൊന്ന് സാധിച്ചു, സന്തോഷമായി. പിന്നെ സാറിൻ്റെ ക്ലാസ് നല്ല സിമ്പിളായ രീതിയിൽ ഞങ്ങൾക്ക് നല്ല മനസ്സിലാകുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ക്ലാസ്. ചെറിയ ടിപ്സുകളും ഒക്കെ നല്ല ഉപകാരപ്രദമായിരുന്നു. വികാസ് സാറിൻ്റെ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈസി മെത്തേഡായിട്ടുള്ള മേക്കപ്പ് ടിപ്സുകളും കുറേ ഞങ്ങൾക്ക് ജനറലായിട്ട് ഇതിനെപ്പറ്റി അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സാറിനെ കാണാനും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും. അത് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഇതിനു മുമ്പ് ഇങ്ങനെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഡിഫറെന്റ് ആവുന്നത്? ഇപ്പൊ എന്താണ് തോന്നുന്നത്? മുസ്ലിം ബ്രൈഡ് ഇതുവരെ ചെയ്തിട്ടില്ല, ഹിന്ദു ബ്രൈഡാണ് ചെയ്തിട്ടുള്ളത്. മുസ്ലിം ബ്രൈഡ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന വീഡിയോസ് ആണ് യൂട്യൂബിൽ. ഇങ്ങനെ ശ്രമിച്ചു നോക്കാറുണ്ട്, ഒന്നും ശരിയാവാറില്ല. പക്ഷെ വികാസേട്ടൻ്റെ പോലത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ശരിക്കും ഒരു ഭാഗ്യമാണ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി. കംപ്ലീറ്റ്ലി ആളെന്നെ മാറി തോന്നാ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, എന്നെ ഈ ഇവൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത രശ്മി ആൻറ്റീനോട് ഒരുപാട് നന്ദി. പിന്നെ വികാസ് ഏട്ടൻ്റെ പോലെ ഒരു പ്രൊഫഷണലിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചെറുപ്പം മുതലേ ഞാൻ വികാസ് ഏട്ടൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ട് അതൊക്കെ ശ്രമിക്കാറുള്ള ഒരാളാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. ഞങ്ങൾ ആഗ്രഹിച്ച് വന്ന അതേ രീതിയിൽ തന്നെയാണ് മേക്കപ്പൊക്കെ. ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് അങ്ങനെ സാറിൻ്റെ ക്ലാസ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. നല്ല ക്ലാസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ സെയിം മേക്കപ്പ് തന്നെ സാർ ഇവിടെയും കാണിച്ചു തന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഹായ് എവരിവൺ, ഞാൻ റോസ്മിൻ. ഇവിടെ കാലിക്കറ്റാണ് സ്ഥലം. ഇന്ന് വികാസേട്ടൻ കണ്ടക്ട് ചെയ്ത ഒരു മേക്കപ്പ് സെമിനാർ ഞാൻ അറ്റൻഡ് ചെയ്തു. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു രാവിലെ മുതൽ. കാരണം അത്രയും ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ കൂടെ കുറച്ച് നേരം വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ മേക്കപ്പ് ഒന്ന് ഇടുന്നത് എങ്ങനെയാണ് കാണാൻ പറ്റുക. പക്ഷേ എനിക്ക് ആ ഒരു ഭാഗ്യമല്ല കിട്ടിയത്. വികാസേട്ടൻ എന്നെ മേക്കപ്പ് ചെയ്തു തന്നു. ഐ എം സോ ഹാപ്പി. എൻ്റെ മനസ്സിൽ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
കാരണം അത്രയും നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഇന്നിവിടെ നടന്നത്. 2 ബ്രൈഡ് ഉണ്ടായിരുന്നു, മുസ്ലിം ബ്രൈഡ് ആൻഡ് ഹിന്ദു ബ്രൈഡ്. അതിൽ ഹിന്ദു ബ്രൈഡാണ് ഞാൻ. ആക്ച്വലി എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രഷ്യസ് ഇവൻറ്റ്സിലൊന്നായിരിക്കും ഇത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു വികാസേട്ടൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുട്ടിയുടെയൊക്കെ ഒരു ഭാഗ്യം എന്താണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് എന്നെ മിഥുലേട്ടൻ, ഇവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത മിഥുലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ഓഫർ ഉണ്ട്, എൻ്റെ പ്രൊഫൈൽ അയക്കട്ടെ വെച്ചു. അപ്പോൾ ഞാൻ ഓക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി അപ്പോൾ മുതലേ. പിന്നെ മിഥുലേട്ടൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് വെറുപ്പിക്കും മിഥുലേട്ടൻ എന്തായി. ലാസ്റ്റ് രശ്മി ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൺഫേം ആണെന്ന്. ഓ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഇന്നിപ്പോൾ അത് അവിടെ വന്ന് നിൽക്കുമ്പോൾ ടോട്ടലി ഔട്ട് ഓഫ് മൈൻഡ്. താങ്ക് യു സോ മച്ച്. അത്രയും ഹാപ്പിയാണ്. മിഥുൽ പിന്നെ നമ്മുടെ മേഘ നന്നായിട്ട് ചെയ്തു. ഇന്ന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു മേഘ. അപ്പം പിന്നെ ഈച്ച് ആൻഡ് എവരിബഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മള് എന്തെങ്കിലും ഫോട്ടോസ് ഇടുമ്പോൾ സ്റ്റോറി ഇട്ടിട്ട് എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ പറ്റും, മനസ്സിലായി? അപ്പം എല്ലാവരെയും പരിചയപ്പെടല്ലോ, അങ്ങനെയൊക്കെ പറ്റൂ. വളരെ നല്ല അഭിപ്രായമാണ് സാറിൻ്റെ ക്ലാസ് കിട്ടിയതിൽ. സാറ് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായില്ല. നമ്മളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാറുണ്ട്, എങ്കിലും കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. സാർ സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ ബ്രൈഡിനെ കിട്ടുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ഞങ്ങൾ, പക്ഷേ സാർ വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. നമുക്ക് ഒരു ബോറടിപ്പിക്കാണ്ട് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇനിയും ഇതുപോലത്തെ ഒരുപാട് സെമിനാർ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലുണ്ടാവും. നിങ്ങളുടെ സ്വന്തം താങ്ക് യു സോ മച്ച്.